ബാലേന്ദ്ര സാറേ, എന്തോ കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരവും പഴയ തിരുവനന്തപുരം അല്ല. തരൂർ പിന്നെ ഒട്ടും പഴയ തരൂരല്ല. കഴിഞ്ഞ ദിവസം സാർ കണ്ടായിരുന്നോ തരൂറിനെ തിരുവനന്തപുരത്ത് കൂകി വിളിച്ചത് ജനങ്ങള്? എന്തൊക്കെയാ സാറേ ഈ കേരളത്തിൽ നടക്കുന്നത്? സാറിന് എന്താ തോന്നുന്നത്? തരൂർ പറയുന്നത് അത് തരൂരിനെ കൂവിയതല്ല. രണ്ട് ഗ്രൂപ്പുകൾ തരൂരിനെ സ്വീകരിക്കാൻ വന്നപ്പോൾ ആ ഗ്രൂപ്പ് തമ്മിലുള്ള തർക്കവും ഒരു ഗ്രൂപ്പിന് സ്വീകരണം കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് മറ്റേ ഗ്രൂപ്പ് ഒച്ചയിട്ട് ബഹളം വെച്ചതുകൊണ്ടാണ് ബാലിശമായിട്ടുള്ള ഒരു സാധനമല്ലേ സാർ? ഈ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ചാണ്ടി ഉമ്മൻ ജയിച്ചപ്പോൾ ഞാനല്ലേ KPCC പ്രസിഡന്റ്, ഞാനല്ലേ ആദ്യം സംസാരിക്കേണ്ടത്. ഞാൻ പുള്ളിക്ക് മൈക്ക് കൊടുക്കാത്തത് പുള്ളി പറയുകയാണ്, അത് സുധാകരൻ പറയുകയാണ്, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ സതീശൻ ഞങ്ങൾ തരും. അതുപോലെ തോന്നുകയാണ്. അതുപോലെയാണ് തരൂർ പറയുന്നത്. ഈ കോൺഗ്രസ്സുകാർ എന്താ ഇങ്ങനെ ഒരു ബാലിശമായിട്ടുള്ള വാദങ്ങൾ കൊണ്ടുവരുന്നത്? അത് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറയണ്ടേ? ഒന്നത്. രണ്ട്, ശശി തരൂരിൻ്റെ ഒരു ഇമേജ് വേറെയാണല്ലോ. 3 പ്രാവശ്യവും മത്സരിച്ച് ജയിച്ച് വന്നതിന് ശേഷം അദ്ദേഹം ഒരു ലോകപൗരൻ എന്ന പ്രതീതിയും പിന്നെ വിശ്വപൗരൻ എന്ന പ്രതീതിയും, ഏറ്റവും നല്ല എഴുത്തുകാരൻ, ഏറ്റവും നല്ല പ്രസംഗകൻ, ഒരു പ്രസംഗത്തിനൊക്കെ 50 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നത്. അത് ശരി, പുറത്തു പോയി പ്രസംഗിക്കുന്നത് നല്ലപോലെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ തിരുവനന്തപുരത്തൊന്നും കാണുന്നില്ല കേട്ടോ. അതിലോട്ട് ഞാൻ വരാം. അല്ല, അത് തിരുവനന്തപുരത്ത് പ്രവർത്തനം വരും. കാരണം അവർക്കൊന്നും പണത്തില്ല. ഞാൻ പറയുന്നത് തരൂർ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ തിരുവനന്തപുരത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി തരൂർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം LDFും BJP ഇപ്പോൾ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അതോടെ നമുക്ക് വരാം. സാറും തരൂറും ഒരുമിച്ച് മത്സരിച്ച്, സാർ ആറ്റിങ്ങൽ മത്സരിക്കുമ്പോൾ തരൂർ തിരുവനന്തപുരത്ത് 2009 മത്സരിക്കാൻ വന്നത് അടുത്ത ബന്ധമാണ്. അപ്പം ഞങ്ങൾക്കെതിരായിട്ട് DCCയിൽ വരെ വലിയ കുഴപ്പമുണ്ടായി. അത് ശരി, DCCയിൽ തരൂരിൻ്റെ കോലം വരെ കത്തിച്ചു അന്ന്. അപ്പോൾ ഇവിടെ സ്ഥാനമോഹികൾ ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് പറ്റിയില്ല. പാറ്റിക്കൽ എനിക്ക് എതിരായിട്ട് ആളുകളുണ്ടായിരുന്നു. പരുഷമായി എന്നെ നേരത്തെ എതിർത്ത് തോൽപ്പിക്കുകയായിരുന്നു. പ്രസംഗിക്കാനൊന്നും അവസരം തരാതെ എൻ്റെ പ്രചരണ വാഹനത്തിൽ കയറി നിന്ന് പ്രസംഗിച്ച് അവസാനം ഞാനങ്ങ് അറ്റാക്ക് ചെയ്തു. ശരി, അവസാനമല്ല, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ. കാരണം ഇലക്ഷന് മുമ്പ് അറ്റാക്ക് ചെയ്താൽ അതുകൊണ്ടാണ് തോറ്റുപോയെന്ന് പറയുമല്ലോ എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു വിചിത്രമായ ഏർപ്പാടുള്ള ഒരു തിരുവനന്തപുരം ജില്ലയാണ്. സാറിന് എന്താ തോന്നുന്നത്? തരൂരിനൊരു ഭയം ഉണ്ടായിട്ടുണ്ടോ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം ഇതുകൂടെ പറഞ്ഞിട്ട് പറയാം. അതെ സാറേ, നമ്മുടെ തരൂർ 3 തവണ മത്സരിച്ചു. ഞാൻ വളരെ പൊളൈറ്റായിട്ട് മാത്രമേ തരൂരിനെ കണ്ടിട്ടുള്ളൂ. വളരെ പൊളൈറ്റാണ് പുള്ളിക്ക് ജയിക്കുമെന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി ആരെയും കടന്നാക്രമിക്കാനൊന്നും പോകാറില്ല. ഞാൻ വിശ്വപൗരനാണ്, ഞാൻ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണ് എന്ന് പറഞ്ഞാണ് തരൂർ നിൽക്കുന്നത്, അല്ലേ? പക്ഷേ ഇത്തവണ സാറ് ശ്രദ്ധിച്ചായിരുന്നു തരൂരിനെ? പുള്ളിക്കാരനൊരു ഭയം, പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജ്, ഒരു പരാജയം സമ്മതിച്ച പോലെയാണ് പുള്ളി നിൽക്കുന്നത്. കാരണം പുള്ളിക്കാരൻ CPM BJPയും തമ്മിൽ ബാന്ധവം ഉണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പറയുന്നു രാജീവ് ചന്ദ്രശേഖരൻ പൈസ കൊടുത്ത് വോട്ട് പിടിക്കുകയാണെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ തരൂരിനെ ഇങ്ങനെ കണ്ടിട്ടില്ല സാറേ. സാറിനെന്താ തോന്നുന്നു? പല കാരണങ്ങളുണ്ട്. 4-5 പടക്കുതിരകളെയാണ് BJP ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് രാജീവ് ചന്ദ്രശേഖരാണ്. അതെ. അപ്പോൾ അയാൾ കൊച്ചുപുള്ളിയല്ല. അപ്പോൾ അയാൾ എല്ലാ തന്ത്രങ്ങളും മെനയാൻ തയ്യാറാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത്. ഇദ്ദേഹമാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാം എന്ന് ചോദിച്ച് സീറ്റ് വാങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ തുടക്കത്തിൽ എപ്പോഴും കോൺഗ്രസ് പുറകിലായിരിക്കും. ഏത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പുറകിലായിരിക്കും. ഇത്തവണയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി വളരെ മുമ്പേ കടന്ന് സ്ഥാനാർത്ഥിത്വം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വളരെ മുമ്പേ പിറകിലോട്ട് പോയി. സ്വാഭാവികമാണ്, തളർന്നു പോകും. കാരണം ഈ 35 ദിവസം കിട്ടിയേ. 35 ദിവസം ഓടാൻ ഒരു ദിവസം ഓടിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. പോസ്റ്റർ അടിക്കാൻ പോലും നമ്മുടെ പാവം കാശില്ല. മൈക്കിൻ്റെ അനൗൺസ്മെന്റ്, അങ്ങനെ ഒരുപാട് ബോർഡുകൾ, ഇതൊക്കെ കൊണ്ട് വെക്കാൻ, പോസ്റ്റർ ഒട്ടിക്കാനുള്ള കാശ്, അപ്പോൾ ഇതൊക്കെ വേണ്ടേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രായോഗികമായ കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ ശശി തരൂർ ഇപ്പം മുന്നോട്ട് നീങ്ങും, ഭയങ്കരമായിട്ട് മുന്നോട്ട് നീങ്ങും. രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം തന്നെ ഒരു മുന്നോട്ട് നീങ്ങും, മത്സരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങും. നിലവിലെ തരൂരിൻ്റെ അവസ്ഥ എന്താ? സാറിന് എന്താ തോന്നുന്നത്? ഇപ്പം നാളെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തരൂർ എങ്ങനെയായിരിക്കും? തരൂർ വിജയിക്കാൻ സാധ്യതയുണ്ടോ സാറിന്? നാളെയാണ് തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ ജയിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം തരൂർ തന്നെയാണ് ഇപ്പോഴും തിരുവനന്തപുരത്ത് മുൻകൈ എടുത്ത് അപ്പർ ഹാൻഡ്. ഇപ്പം മുന്നേറുന്നത് രാജീവാണ്, രാജീവ് ചന്ദ്രശേഖരൻ. പക്ഷേ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ തരൂർ മുമ്പിൽ വരും. 2014 ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയ
ശശി തരൂരിനെ കൈപിടിച്ച് കയറ്റിയത് തീരദേശത്തെ വോട്ടുകളാണ്. അതെ, തിരുവനന്തപുരത്ത് തീരദേശ വോട്ടുകളെന്ന് പറഞ്ഞാൽ അത് വിട്ടൊരു കളി ആർക്കുമില്ല. രാജീവ് ചന്ദ്രശേഖർ സാറ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തീരദേശ വോട്ടുകളിൽ അതിഭീകരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. തരൂരിന് ഇത്തവണ തീരദേശം കൈവിടുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അത് 50-50 പോകുമെന്നാണ് എൻ്റെ കണക്ക്. 50-50 പോയി കഴിഞ്ഞാൽ തരൂർ കഴിഞ്ഞ തവണ 1 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. തരൂർ അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഒരു 50,000 ഭൂരിപക്ഷത്തിൽ പോട്ടെ, ഒരു 25,000 ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യത. എന്തായാലും തരൂരെ ജയിക്കും, സാർ ഉറപ്പിച്ച് പറയുക. തരൂരിനാണ് സാധ്യത. എൻ്റെ കണക്കൂട്ടൽ എങ്ങനെയാണ്? കഴിഞ്ഞ തവണ നമുക്കറിയാം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ള വലിയൊരു ബൂം ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ, കേരളത്തിലും ഉണ്ടായിരുന്നു. കാരണം കേരളം ഒരു BJP വിരുദ്ധ മണ്ണായി നമ്മുടെ കേരളത്തിലെ മാപ്രകൾ മുഴുവൻ വിശദീകരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഒരു ബൂം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിച്ചു. അപ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങളാണല്ലോ നമ്മുടെ തിരുവനന്തപുരത്തുള്ളത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നേമത്ത് മാത്രമാണ് കുമ്മനം രാജശേഖരൻ ഒരു അപ്പർ ഹാൻഡ് കിട്ടിയത്. ബാക്കി എല്ലാ സ്ഥലത്തും തരൂർ തൂത്തുവാരി. 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം തരൂരിന്. പക്ഷേ ഇത്തവണ കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം ഇത്തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവില്ല. എങ്ങനെ പോയാലും ഇന്ത്യ മുന്നണി തകരും. അവർക്ക് തന്നെ ഒരു ഐക്യമില്ല. BJP നരേന്ദ്രമോദി 400 സീറ്റ് എന്ന് പറഞ്ഞ് അപ്പുറത്ത് താറുടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിക്കില്ലേ, രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മന്ത്രി ഇവിടെ വന്നിട്ട് നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു, നെയ്യാറ്റിൻകരയിൽ എയിംസ് കൊണ്ടുവരാമെന്ന് പറയുന്നു. തരൂർ 15 കൊല്ലം ഇവിടെ നിന്നിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും തരൂർ നടപ്പിലാക്കിയിട്ടില്ല. അത് LDF ആണ് പ്രചരണായുധമാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പൊതുജനങ്ങൾക്ക് തോന്നിയാലോ ഇത്തവണ തരൂർ ജയിക്കേണ്ട, എന്തായാലും ഇയാൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചോട്ടെ എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായാലോ? ജനങ്ങളുടെ മനസ്സ് ഒരു പ്രത്യേക തരത്തിലാണ്. അവർക്ക് എപ്പോഴാണ് ഈ മനോവികാരം മാറുകയും ഇടറുകയും ചെയ്യുന്നതെന്ന് നിശ്ചയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ തരൂരിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ടില്ല. അതുണ്ടാകും. ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ചാനലുകാരും അലക്കുകയല്ലേ, അലക്കുകയാണ്. പിന്നെ മീറ്റിംഗ് ജാഥയ്ക്ക് പോകുമ്പോഴൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ, അത് സ്വാഭാവികമായി തിരുവനന്തപുരത്തുള്ളിടത്ത് അത്രയും മറ്റെങ്ങുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 25,000 വോട്ടിന് ജയിക്കുമെന്നാണ്. എങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ വന്നതിൻ്റെ ഭീകര എഫക്റ്റ് ഉണ്ടാകും തരൂരിൻ്റെ. സ്വാഭാവികമാണ്. രാജീവ് ചന്ദ്രശേഖരൻ തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അതുപോലെയാണ് നിൽക്കുന്നത്. തരൂരിൻ്റെ പിന്നെ അയാൾ ഒരു വികസനത്തിൻ്റെ സ്വപ്നങ്ങൾ ചെറുപ്പക്കാരിലേക്ക് എഴുതി വിട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ അടുത്ത പോയിന്റ്. കാരണം പുള്ളിക്കാരൻ യുവാക്കളെ ഒരുപാട് കയ്യിലെടുക്കുന്നുണ്ട്. കോളേജുകളിലെയും തൊഴിലില്ലാത്ത ആൾക്കാരുടെയും IT-കാരെയും അദ്ദേഹം തൊഴിലെടുത്ത് അദ്ദേഹം ഈ മേഖലയിൽ പിടിച്ചു നിന്ന് വിത്തുപാകി വളർന്നു വന്ന ഒരു ജയൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായും ചെറുപ്പക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷയും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയും കൂടി ചെറുപ്പക്കാർക്ക് വന്നാൽ ചെറുപ്പക്കാരുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകും. എനിക്ക് ചോദിക്കാനുള്ള സാറേ, ഈ 15 കൊല്ലമായിട്ട് തരൂർ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, നമ്മുടെ തിരുവനന്തപുരത്തിന് ഇരട്ട നഗരമായിട്ടുള്ള ബാഴ്സലോണ ആക്കുമെന്നും എയിംസ് കൊണ്ടുവരുമെന്നും ഇവിടെ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്നൊക്കെ തരൂർ ഒരുപാട് വാദിച്ചു. എന്നിട്ടും തരൂർ 15 കൊല്ലം ഇവിടെ MP ആണ്. ഇനിയും തരൂരിനൊരു സാധ്യത ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിലേ സാറേ, രാജീവ് ചന്ദ്രശേഖരനാണ് തരൂരിനെക്കാട്ടിലും എന്തുകൊണ്ടും മികച്ചത് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇനി മികച്ചതല്ലെങ്കിൽ തന്നെയും 15 വർഷമായി തരൂർ ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമ്മളൊക്കെ കാണുകയാണ്. ഇനി രാജീവ് ചന്ദ്രശേഖരൻ ഒരു അവസരം കൊടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വെച്ചാൽ സാറിൻ്റെ അഭിപ്രായം എന്താ? അല്ല, തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ മാറിയും മറിഞ്ഞും വന്ന കീഴ്വഴക്കങ്ങളുണ്ട്. പിന്നൊന്ന്, തരൂരിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഹൈക്കോടതി ബെഞ്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. നടക്കുന്ന കാര്യമല്ല. അതെ. പിന്നെ ഉള്ളത് വമ്പൻ വ്യവസായശാലകൾ ഉണ്ടാവണം. അതിനിടയ്ക്കാണ് അദാനി രംഗത്ത് വന്ന് വിഴിഞ്ഞവും അതുപോലെ തന്നെ എയർപോർട്ടുമൊക്കെ കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിലൊക്കെ പരിമിതികളുണ്ടല്ലോ ഇദ്ദേഹത്തിന് ഇടപെടാൻ. എന്നാലും അവരുമായിട്ടൊക്കെയുള്ള ബന്ധമുണ്ടാക്കുകയും അവരുമായിട്ട് സംസാരിച്ച് ചില കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരുന്ന കാര്യത്തിൽ ശശി തരൂരിൻ്റെ സംഭാവന നിസ്സാരമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശശി തരൂരിൻ്റെ സംഭാവന നിസ്സാരമല്ല എന്ന് സാറ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി വന്നപ്പോൾ എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം വന്നത്? കാരണം തരൂർ 2009 ജയിച്ചു. ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. നമ്മുടെ ഇവിടെ MP ആയിട്ട് തരൂരുണ്ട്. രണ്ടുപേരും കോൺഗ്രസ്സാണ്. UPA സർക്കാർ ഇവിടെ ഭരിച്ചിരുന്നു. ഇതിലും മികച്ചൊരു സമയത്തല്ലേ വിഴിഞ്ഞം തുറമുഖം വരേണ്ടത്?
പിന്നെ മോദി വന്നപ്പോൾ എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം പെട്ടെന്ന് വന്നത്? അപ്പോൾ തരൂരിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള കാരണം എന്താ? അത് ന്യായമായിട്ടുള്ളൊരു സംശയമല്ലേ? അതെ അതെ. പിന്നെ മോദിയുടെ വിഷൻ വേറെയാണ്. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനന്ത സാധ്യതകളാണ്. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണ്. ആ ഒരു വിഷൻ മൻമോഹൻ സിംഗിന് ഇല്ല. മൻമോഹൻ സിംഗിന് ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം കൂടി കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഓരോ സ്റ്റേറ്റിലേക്കും പ്രിപ്പയർ ചെയ്തിട്ടാണ് മോദിജി ഓരോ ഏർപ്പാടുകൾ ചെയ്യുന്നത്. പിന്നെ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടക്കവും ചിന്തയും ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്ത് ആ തുറമുഖത്തിൻ്റെയും സാധ്യതകളെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. അതനുസരിച്ച് പ്ലാൻ ചെയ്തുമില്ല. അതായിരുന്നു അന്ന് സംഭവിച്ചത്. അതിൻ്റെ പിന്നിൽ പല വൈദേശിക ശക്തികളും ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ഉണ്ടാവാം. കാരണം ഇവിടെ ഒരു തുറമുഖം വരുന്നതിന് വിദേശ ശക്തികൾ ആരും തയ്യാറല്ല. അപ്പോൾ അതൊക്കെ അടിച്ചൊതുക്കി നരേന്ദ്രമോദി കയ്യിൽ തന്നു. അതിൻ്റെ ക്രെഡിറ്റ് ശശി തരൂർ എടുത്തതാണെന്ന് BJP-ക്കാർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ ഒരു ചോദ്യം, ശശി തരൂർ ഇത്തവണ LDF, അതായത് CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ വിഭാഗം എന്ന് പറഞ്ഞാൽ ആ പന്ന്യൻ രവീന്ദ്രൻ്റെ ടീം, അവരുടെ ശശി തരൂരിനോടുള്ള പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇവിടെ ഓഖി ചുഴലിക്കാറ്റ് വന്നപ്പോഴും, അതായത് ഈ തീരദേശമാണ് കൃത്യമായിട്ട് അവർക്കറിയാം, തീരദേശത്ത് തൊട്ടാൽ മാത്രമേ തരൂരിന് കൈകൊള്ളൂ, അവിടെ മാത്രമേ തരൂരിന് വോട്ട് ചോർത്തിയാൽ മാത്രമേ തരൂരിനെ തകർക്കാൻ പറ്റൂന്ന്. അതുകൊണ്ട് അവർ പറയുന്ന 15 വർഷം MP ആയിരുന്നിട്ട് മണ്ഡലത്തിന് വേണ്ടി തരൂർ എന്ത് ചെയ്തു? ഒന്നാമത്തെ കാര്യം. LDFൻ്റെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ പുനരധിവാസം പിന്നെ സംസ്ഥാന സർക്കാരാണ് നടത്തിയതെന്ന് അവർ പറയുന്നു. പിന്നെ ദേശീയപാത സ്ഥലമെടുപ്പ് വേഗത്തിലാക്കി തലസ്ഥാനത്ത് IT ഹബ്ബാക്കാൻ നടത്തിയ ഇടപെടൽ ഓഖി ദുരന്ത സമയത്തടക്കം വലിയ രീതിയിൽ ഞങ്ങളിവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് തരൂരിനെ ഏരിയയിൽ കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവരുടെ വാദത്തിൽ ഒരുപാട് പൊള്ളത്തരമുണ്ട്. ഓഖി സമയത്ത് പിണറായി വിജയൻ പങ്കായത്തിനെ പേടിച്ച് ഓടിയൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്കിലും അതൊക്കെ അവിടെ, പിന്നെ നിർമ്മലാ സീതാരാമൻ വന്നിട്ടാണ് ജനങ്ങളെ ശാന്തരാക്കിയത്. അതൊക്കെ അവിടെ നിന്നോട്ടെ. എങ്കിലും അവരുടെ വാദം ഇതാണ്. അപ്പോൾ തരൂർ തിരിച്ചു പറയുന്നതെന്ന് പറഞ്ഞാൽ ദേശീയപാത കഴക്കൂട്ടം മുതൽ മുക്കോല വരെ 861 കോടി ചെലവിൽ നടത്തിയ 1ാം ഘട്ട വികസനം, മുക്കോല മുതൽ കാരോട് വരെ 400 കോടിക്കുമുള്ള 2ാം ഘട്ട വികസനം പൂർത്തിയാക്കിയത് എൻ്റെ ഇടപെടൽ കൊണ്ടാണെന്നാണ്. എൻ്റെ ഒരു ഡൗട്ട്, ഈ 5 കൊല്ലം നിന്നിട്ട് ഈ 2 കാര്യങ്ങളും മാത്രവും പിന്നെ ഒരു 3 ലൈറ്റും വയ്ക്കാനാണോ നമ്മൾ തരൂരിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്? 2-3 കാര്യങ്ങളുണ്ട്. തരൂരിന് അന്ന് കേരളത്തിലെ ഗവൺമെൻറ് അനുകൂലമായിരുന്നില്ല. എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്താനോ ചെയ്യാനോ ഉള്ള ഏർപ്പാടുകൾ ഉണ്ടാകത്തില്ല. എയിംസ് കൊണ്ടുവരാൻ ഒന്ന് സ്വപ്നം കണ്ടു, അത് നടന്നില്ല. അപ്പോൾ അതിന് അന്ന് UPA ഗവൺമെൻറ്റിനേക്കാൾ അധികമായി കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇവിടെ മോദിജിയാണ് ഭരിച്ചത്. അപ്പോൾ മോദിജിയുടെ കാലത്ത് അങ്ങനെ ഇവിടെ ആരും മിടുക്കരായി പോകണ്ട എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് തരൂരിന് ഉദ്ദേശിച്ചത്ര പ്രായോഗികമായ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയത്. അതാണ് എൻ്റെ വെർഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.